ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പഴുത്ത ചക്കയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ കപ്പിനാണ് അളന്നിട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ്സിന് അളന്നിട്ടെടുക്കുക. അപ്പോൾ 3 കപ്പ് മൈദക്ക് 1 കപ്പ് കടലമാവ് എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ മാവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഗ്ലാസ് മൈദ ആണെങ്കിൽ 1 ഗ്ലാസ് കടലപ്പൊടി ഇട്ടാൽ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ മാവൊന്ന് കലക്കിയെടുക്കണം. നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ മാവ് ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിന് വേണം ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ഒരുപാട് ലൂസായി പോരുത്, എന്നാൽ ഒരുപാട് കട്ടിയായി പോരുത്. ആ ഒരു പാകത്തിന് മാവ് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് അടിച്ചെടുത്താലും മതി. മാവ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൊണ്ട് അടിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാൻ വെള്ളം കുറേശ്ശെ ചേർത്തിട്ടാണ് കലക്കിയെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. എള്ള് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, ടേസ്റ്റാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ എള്ളില്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ കരിഞ്ജീരകം ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതുപോലെ ചക്ക ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ടൊന്ന് കീറിയെടുത്തിട്ടുണ്ട്. ആ ചക്ക ഓരോ കഷ്ണവും നമ്മൾ ഈ ഒരു മാവിൽ മുക്കിയിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ ചക്കയുടെ ഓരോ പീസും നമ്മൾ മാവിൽ നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇനി ചൂടായിട്ടുള്ള ഓയിലോ വെളിച്ചെണ്ണയിലോ നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. നല്ല ചൂടായിട്ടുള്ള ഓയിൽ വേണം. നമ്മൾ ചക്ക ഫ്രൈ ആക്കിയിട്ട് കോരിയെടുക്കുന്ന സമയത്തും നല്ല തീ കൂട്ടി വെച്ചിട്ട് കോരിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയപ്പം കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നവരുണ്ടാകും, പക്ഷെ അത് ഈ ഒരു റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചക്ക കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. നല്ല പഴമൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വേണ്ടി വരും ചെയ്യാൻ. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2 ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമ്മളിത് ഓയിലിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ചൂടായിട്ട് നല്ല തീയിൽ തന്നെ വേണം നമ്മളിത് കോരി മാറ്റാൻ കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പായിരിക്കും പുറം ഭാഗം. ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.